ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ 2 എവിക്ഷൻ നടന്നിരിക്കുകയാണ്. 2 കണ്ടസ്റ്റൻസ് ഇതാ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നു. 100% കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്, പറയാം. അപ്പോൾ ഈ 2 വ്യക്തികളുടെ പേര് കേൾക്കുന്ന സമയത്ത് അതിൽ ഒരാളുടെ പേര് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സങ്കടം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒരു അൺഫെയർ എവിക്ഷൻ ബിഗ് ബോസ് കണ്ടക്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയൊക്കെയാണെങ്കിലും 2 കണ്ടസ്റ്റൻസ് ഇതാ പുറത്തായിട്ടുണ്ട്. ഒരാൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോറ മുസ്കാനാണ്. നോറ മുസ്കാന്റെ ആ ഒരു എവിക്ഷൻ നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ വോട്ട് കുറവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നോറ. അതുകൊണ്ട് തന്നെ നോറ എന്തായാലും പുറത്താവുന്നുള്ള കാര്യം നമ്മൾ കൺഫേംഡ് ആയിട്ട് പറഞ്ഞിരുന്നതാണ്. എന്തൊക്കെയായാലും രണ്ടാമത് ഒരു കണ്ടസ്റ്റന്റ് കൂടി പുറത്തായിരിക്കുകയാണ്. മറ്റാരുമല്ല, സിജോ ജോൺ ആണ്. സിജോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നു. 100% കൺഫേംഡ് ആയിട്ട് അറിഞ്ഞൊരു കാര്യം തന്നെയാണ്. എന്തായാലും പേഴ്സണലി എനിക്ക് ടോപ്പ് 5 വരണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിജോ. അപ്പോൾ സിജോ പെട്ടെന്ന് പുറത്തായി എന്നറിയുമ്പോൾ സങ്കടമുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു ഭയങ്കരമായ റീ എൻട്രി കൊടുത്തൊരു വ്യക്തിയാണ്. ആദ്യം ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നതും വളരെ മനോഹരമായിട്ട് ഗെയിം കളിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സിജോ. പിന്നീട് റോക്കിയിൽ നിന്നുള്ള ഫിസിക്കൽ അസോൾട്ടിന് ശേഷം ചെറിയൊരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നിട്ടും കൂടി അദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രെങ്ത് കൊണ്ടാണ് ബിഗ് ബോസിലേക്ക് വരാനായിട്ട് വീണ്ടും സിജോന് സാധിച്ചത്. പക്ഷെ വന്ന സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യാനായിട്ട് സിജോന് സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തൊക്കെയായാലും ജനങ്ങളുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ സിജോ പുറത്തായി എന്നുള്ളത് ചെറിയൊരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു. അതിലുപരി നല്ലോണം സംസാരിക്കാനും അതുപോലെ തന്നെ എല്ലാവരുടെയും മനസ്സറിഞ്ഞ് ഗെയിം കളിക്കാനും താല്പര്യപ്പെടുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു സിജോ ജോൺ. തീർച്ചയായിട്ടും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അൺഫെയർ ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ സിജോന്റെ ഒപ്പം ശ്രീതുവും ഋഷിയും എല്ലാവരും ഈ ഒരു നോമിനേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീതുവും ഋഷിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റിലും സിജോനേക്കാളും താഴെയാണ് ഈ പറയുന്ന സപ്പോർട്ടും കാര്യങ്ങളും. അപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീതുവും ഋഷിയും നിൽക്കുന്ന സമയത്ത് സിജോ പുറത്തായതെന്ന് എന്തായാലും നിങ്ങൾ ചോദിക്കുമല്ലോ. നമുക്ക് പറയാനുള്ളത്, അഭിഷേക് ഈ പറയുന്ന നോമിനേഷനിൽ ഇല്ലാത്തതുകൊണ്ട് അഭിഷേകിന്റെ വോട്ടും കൂടി നമ്മുടെ ഈ പറയുന്ന ഋഷിക്ക് കിട്ടിയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഈ പറയുന്ന ശ്രീതുവിനെ നമുക്കറിയാം, ശ്രീതു ഒരു സീരിയൽ ആക്ട്രസ് ആണ്. അപ്പൊ അതിന്റെ പേരിൽ അത്യാവശ്യത്തിന് ഫാൻ ബേസ് ഒക്കെ കേരളത്തിൽ തന്നെ ഉണ്ട്. അതിലുപരി ശ്രീതു തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അവിടുത്തെ സീസണിൽ ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തമിഴ്നാട് ബിഗ് ബോസിൽ അവർക്ക് വോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതേ കാര്യം തന്നെ ഇവിടെ സംഭവിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള വോട്ടും കാര്യങ്ങളും ശ്രീതുവിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവസാന സമയങ്ങളിൽ നല്ല രീതിയിലായിരുന്നു പോളിംഗിൽ ശ്രീതു അടിച്ചു കയറിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായാലും സിജോനെ വെട്ടിച്ചുകൊണ്ട് ഋഷിയും ശ്രീതുവും മുന്നേറിയത് കൊണ്ട് തന്നെ സിജോ ജോൺ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതൊരു അൺഫെയർ എവിക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ അന്വേഷിക്കുന്ന സ്ഥലത്തെല്ലാനും സിജോ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുറത്തായിരിക്കുന്നത്. കാരണം സിജോയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ പോലും ഹോട്ട്സ്റ്റാറിന് സിജോന് വോട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകുന്നു. എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ വിന്നർ ആകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിഗ് ബോസിൽ മാക്സിമം ഡേയ്സ് നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ വേണം വോട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വോട്ട് ചെയ്തിട്ട് അവർക്കൊന്നും കിട്ടാനില്ല. നിങ്ങൾ മാക്സിമം വോട്ട് ഹോട്ട്സ്റ്റാറിൽ പോയി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിന് മാത്രമായിട്ട് വോട്ട് കൊടുക്കുക. അല്ലാതെ ഇപ്പോൾ ആ ഒരു കണ്ടസ്റ്റന്റ് സ്നേഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു കണ്ടസ്റ്റന്റിനെ തോൽവിയിലേക്ക് വിടുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ ചെയ്യാതിരിക്കുക. എന്തൊക്കെയായാലും ഫൈനലിലേക്ക് എത്തുകയാണ്. എന്തായാലും സിജോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ടോപ്പ് 5 ലിസ്റ്റിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തൊരു കണ്ടസ്റ്റന്റ് ആണ്. കാരണം ടോപ്പ് 5 ലിസ്റ്റിലൊക്കെ വരാനായിട്ടുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ളൊരു വ്യക്തി തന്നെയായിരുന്നു. എന്തൊക്കെയായാലും പുറത്തായിരിക്കുന്നു. അൺഫെയർ ആയിട്ടൊരു എവിക്ഷൻ എങ്കിൽ അങ്ങനെ പറയാം. അല്ല എങ്കിൽ ഹോട്ട്സ്റ്റാറിൽ സിജോന് വോട്ട് ചെയ്തില്ല എന്നുള്ള സത്യാവസ്ഥ എല്ലാവർക്കും ഇതിനോടകം തന്നെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇനിയെങ്കിലും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റിന് തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിജോ ജോൺ ഈ ഒരാഴ്ച പുറത്തായിരിക്കുന്നത്. എന്തൊക്കെയായാലും ഷൂട്ടും കാര്യങ്ങളും ഇതുവരെ അവസാനിച്ചിട്ടില്ല. വീക്കെൻഡ് എപ്പിസോഡിന്റെ ശനിയാഴ്ചയിലെ ഷൂട്ട് ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഞായറാഴ്ചയിലെ ഷൂട്ട് ഇതിനോടകം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. എന്തായാലും ഷൂട്ടും കാര്യങ്ങളൊക്കെ തീർന്നിട്ട് നമുക്ക് കൺഫേംഡ് ആയിട്ട് പറയാം. എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺഫേംഡ് തന്നെയാണ്, കൺഫേം ആയിട്ട് അറിഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന് നമ്മുടെ നോറ മുസ്കാൻ പുറത്തായിരിക്കുന്നു. അതുപോലെ തന്നെ സിജോ ജോണും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്